ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാവൽ ആൻഡ് ടോസ്റ്റ്. പലപ്പോഴും നമ്മൾ യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ നേരത്ത് കണക്റ്റിംഗ് ഫ്ലൈറ്റുകളാണ് കിട്ടാറുള്ളത്. അപ്പോൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ഇന്ന് മംഗലാപുരത്ത് നിന്നും നമ്മൾ ജയ്പൂരിലേക്കാണ് പോകുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് മംഗലാപുരത്ത് നിന്നില്ല, 2 ഫ്ലൈറ്റ് കയറി വേണം പോകാൻ. ആദ്യം മംഗലാപുരത്ത് നിന്നും ബോംബെയിലേക്കൊരു ഫ്ലൈറ്റ്, പിന്നെ ബോംബെയിൽ നിന്നും ജയ്പൂരിലേക്ക്, അങ്ങനെയാണ് പോകുന്നത്. ആദ്യം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഇനി നമ്മൾ കയ്യിൽ കരുതേണ്ടത് നമ്മുടെ ID പ്രൂഫാണ്. ആധാർ കാർഡോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ID പ്രൂഫായിട്ട് കയ്യിൽ കരുതാം. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ID പ്രൂഫ് ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോർഡിംഗ് പാസ് വാങ്ങലാണ്. അപ്പോൾ അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ വെബ് ചെക്ക് ഇൻ ചെയ്യാനുള്ള ലിങ്കും അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ വെബ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ബോർഡിംഗ് പാസ് കിട്ടും. ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗ് മാത്രമാണ് ലഗേജ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ചെക്ക് ഇൻ ലഗേജ്, അതായത് വലിയ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ഇൻ ലഗേജിലേക്ക് പോകും. ഹാൻഡ് ബാഗ് നമുക്ക് ക്യാരി ചെയ്യാം കേട്ടോ. അപ്പോൾ 15 കിലോ ആണ് ചെക്ക് ഇൻ ലഗേജ് ആയിട്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഹാൻഡ് ലഗേജ് ആണെങ്കിൽ 7 kg നമുക്ക് ക്യാരി ചെയ്യാം. ഇതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് ഫൈൻ കൊടുക്കേണ്ടി വരും. സെക്യൂരിറ്റി ചെക്കിന് ഇരുന്നപ്പോൾ തന്ന ഒരു താങ്ക് യു കാർഡാണ്. അദാനി ഗ്രൂപ്പിന് എന്തോ പ്രൊമോഷൻ കാർഡാണ് കേട്ടോ. ഞാൻ ശരിക്കും അത് എന്താണെന്ന് ഓർക്കുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ വലിയ പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ, വലിയ ലഗേജ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ഇനിലേക്കാണ് പോകുന്നത്. അപ്പോൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ സെയിം കമ്പനിയുടെ തന്നെ ഫ്ലൈറ്റ് ആണെങ്കിൽ മംഗളൂരിൽ നിന്നും നമ്മൾ വലിയ പെട്ടിയൊക്കെ ചെക്ക് ഇൻ ലഗേജിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ജയ്പൂരിൽ വാങ്ങിച്ചാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതെടുത്ത് ഇപ്പുറം കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആദ്യം നമ്മൾ മംഗലാപുരത്ത് നിന്നും ബോംബെക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്, പിന്നെ ബോംബെയിൽ നിന്നും ജയ്പൂരിലേക്ക് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ്, അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ബോംബെയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ലഗേജ് എടുത്ത് വീണ്ടും നമ്മളത് ചെക്ക് ഇൻ ലഗേജിലേക്ക് ജയ്പൂരിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ടെർമിനലിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരേ കമ്പനിയുടെ ആണെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെയും ക്യാമറ അലൗഡ് ആയിരുന്നില്ല. സെക്യൂരിറ്റി ചെക്കിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ട്രെയിൽ നമ്മുടെ ലാപ്ടോപ്പ്, പവർ ബാങ്ക്, ബെൽറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ USB കേബിൾ, വാച്ച്, അതെല്ലാം ഊരി വെക്കണം. ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം നമ്മൾ അവിടെ ഊരി വെക്കണം. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് തിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഒരു ഹാഫ് ആൻ അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യാൻ റെഡിയാണ്. ചെറിയ എന്തോ സെക്യൂരിറ്റി റീസൺ ഒക്കെ ഉണ്ടായിരുന്നു, ഇച്ചിരി ഡിലേ ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഓക്കെ ആയി. നമ്മൾ സീറ്റ് നമ്പറൊക്കെ നോക്കി യാത്ര പുറപ്പെടാൻ റെഡിയാണ്. 2 രീതിക്ക് നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. ഇൻഡിഗോ, എയർ ഇന്ത്യ പോലെയുള്ള ഫ്ലൈറ്റുകളുടെ സൈറ്റിൽ നിന്നും ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഗോയിബിബോ, മേക്ക് മൈ ട്രിപ്പ് പോലെയുള്ള ബുക്കിംഗ് സൈറ്റുകൾ വഴിയും ബുക്ക് ചെയ്യാം. പ്രൈസ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. ഒരു 50 അല്ലെങ്കിൽ 35 റുപ്പീസിൻ്റെയൊക്കെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇൻഡിഗോയുടെ സൈറ്റിൽ നിന്നും ഡയറക്റ്റാണ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് മംഗലാപുരത്ത് നിന്നും ജയ്പൂർ പോകാനുള്ള ഫ്ലൈറ്റ് ചാർജ് നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് 5296 റുപ്പീസ് ആയിരുന്നു. ഓരോ ഡേറ്റിലും പല പല റേറ്റ് ആയിരിക്കും കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും. മംഗലാപുരത്ത് നിന്നും ജയ്പൂരിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് 11:05 AM മംഗലാപുരം എയർപോർട്ടിൽ നിന്നും ഡിപ്പാർട്ട് ചെയ്ത് 12:35 PM മുംബൈയിലെത്തും. ടെർമിനൽ 2-ലാണ് നമ്മൾ എത്തുക. പിന്നെ ബോംബെ ടെർമിനൽ 1-ൽ നിന്നും 15:05 ജയ്പൂരിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ്. അത് 16:45 ജയ്പൂർ എത്തും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ടെർമിനൽ ചേഞ്ച് വരുന്നുണ്ട്. ടെർമിനൽ 2-ലാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. പക്ഷേ ജയ്പൂരിലേക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് ടെർമിനൽ 1-ൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 30 മിനിറ്റ് ഗ്യാപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് 2 അവറിന് മുന്നേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ബോംബെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് നമുക്കറിയാവുള്ളൂ ടെർമിനൽ 2-ഉം ടെർമിനൽ 1-ഉം തമ്മിൽ എത്ര അധികം ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. അപ്പോൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഇഷ്യൂ ആണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ടൈമിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഒരു 30 മിനിറ്റ് എങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓടി പഠിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ചെക്ക് ഇൻ ടൈം കഴിഞ്ഞിട്ടുണ്ടാകും.
സ്റ്റാർട്ടിങ് കുറച്ച് ഡിലേ വന്നെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ബോംബെയിലെത്തി. അപ്പോൾ ഇവിടെ ഇൻഡിഗോയുടെ ബസ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കയറി എയർപോർട്ടിലേക്ക് പോവാണ്. ഓരോ ഫ്ലൈറ്റിൻ്റെയും ബസ്സുകൾ നമ്മളെ കാത്ത് അവിടെ ഉണ്ടാവും കേട്ടോ. 1-2 ബസ്സുകളുണ്ടാവും. ഒരു ബസ് ഫസ്റ്റ് വരുന്ന ബസ് ഫുള്ളാണെങ്കിലും വെയിറ്റ് ചെയ്താൽ മതി, പുറകെ അടുത്ത ബസ് വരുന്നുണ്ടാവും. ഇത് വേറൊരു ഫ്ലൈറ്റിൻ്റെ ബസ്സാണ്, അത് റെഡ് കളറിലാണ് കേട്ടോ. പല ഫ്ലൈറ്റുകളും പാർക്ക് ചെയ്യുന്നത് എൻട്രിയിൽ നിന്ന് കുറേ ദൂരെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബസ്സിൽ നമ്മളെ അവിടെ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങാറായിട്ടോ. മുംബൈ എയർപോർട്ടിൻ്റെ എൻട്രിയിൽ തന്നെ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 2 എൻട്രി ഉണ്ട്. ഇത് ഫ്ലൈറ്റിൽ നിന്നും വരുമ്പോഴുള്ള എൻട്രിയാണ്, അല്ലാതെ വേറെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. അത് നമ്മൾ വരുമ്പോൾ മീൻസ് കയറാൻ വരുമ്പോൾ ഉള്ള എൻട്രിയാണ്. മാംഗ്ലൂർ എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടായിരുന്നു, പക്ഷേ മുംബൈ എയർപോർട്ട് അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് പോവേണ്ടത് ടെർമിനൽ 1ലേക്കാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഉദ്യോഗസ്ഥനോട് എവിടെയാണ് ടെർമിനൽ 1 നമ്മൾ ചോദിച്ചു. അപ്പോൾ ഈ എസ്കലേറ്റർ കയറി നമ്മൾ മുകളിലേക്ക് പോകണം, ടെർമിനൽ 1ലേക്ക് എത്താനായിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എസ്കലേറ്റർ കയറി മുകളിലോട്ട് പോവാം. മുംബൈ എയർപോർട്ട് നല്ല അടിപൊളി എയർപോർട്ടാണ്. നിറയെ പച്ചപ്പും ചെടികളും എല്ലാം നിറഞ്ഞ ഒരു എയർപോർട്ടാണ്. ചെറിയ ചെറിയ വാട്ടർ ഫൗണ്ടൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മുംബൈ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ടെർമിനൽ 1ലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് ഇറങ്ങി നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ ലിഫ്റ്റ് കയറാൻ നിൽക്കുകയാണ്. ലിഫ്റ്റ് ഇറങ്ങി താഴെ എത്തി. ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് നമ്മൾ ഭയങ്കര ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഇവിടെയുണ്ട്. ഇൻ്റർ ടെർമിനൽ കോച്ച് സർവീസ് എന്ന് എഴുതിയ ബസ്സുകൾ ഇങ്ങനെ 2 മിനിറ്റ് ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു, അയാളുടെ കയ്യിലേക്ക് നമ്മൾ ടിക്കറ്റ് കാണിച്ചു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ടെർമിനൽ 2ൽ നിന്നും ടെർമിനൽ 1ലേക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ടെർമിനൽ 1ലെത്തി. ഇനി വീണ്ടും നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പോലെ തന്നെ ലാപ്ടോപ്പും പവർ ബാങ്കും ബെൽറ്റും ഒക്കെ ഊരി അവിടെയുള്ള ട്രെയിലേക്ക് വയ്ക്കണം. അപ്പോൾ അവിടെയും വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോവേണ്ട ഫ്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. മാംഗ്ലൂരിൽ നിന്നും ബോംബെയിലേക്ക് വന്നപ്പോഴും നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറിയത്. അതുപോലെ തന്നെ ബോംബെയിൽ നിന്നും തിരിച്ച് ജയ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയപ്പോഴും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ സീറ്റ് നമ്പർ എല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ സീറ്റിൽ നമ്മളിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിരുന്നപ്പോൾ വിൻഡോ സൈഡും മിഡിൽ സീറ്റും നമ്മൾ ചോയ്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ വിൻഡോ സൈഡ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. കുറേ ആകാശ കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ജയ്പൂരിൻ്റെ മണ്ണിലേക്ക് കാലുകുത്താണ്. ജയ്പൂർ ദ പിങ്ക് സിറ്റി. അപ്പോൾ ഇനി നമ്മൾ ജയ്പൂരിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇവിടുന്ന് ബസ് കയറി നമുക്ക് എൻട്രിയിലേക്ക് എത്തണം കേട്ടോ.
നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ റെഡിയാക്കി കിടപ്പുണ്ട്. പക്ഷെ നല്ല റഷ് ഉണ്ടായിരുന്നു ആ ബസ്സിൽ. അതുകൊണ്ട് നമ്മൾ ഇതിൽ കയറിയില്ല, പിന്നീട് വന്ന ബസ്സിലാണ് കയറിയത്. അങ്ങനെ നമ്മൾ വെൽക്കം ടു ജയ്പൂർ എയർപോർട്ട്, അങ്ങനെ ജയ്പൂർ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തി. ഇതൊരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ, മാംഗ്ലൂർ എയർപോർട്ട് പോലെ തന്നെ. ഇനി ഇവിടുന്ന് നമുക്കൊരു യൂബർ പിടിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് വേണം പോവാൻ. 2 ദിവസം ജയ്പൂരിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളെല്ലാം കാണിക്കാം. അപ്പോൾ ജയ്പൂരിലെ കാഴ്ചകൾ കാണാനായിട്ട് എല്ലാവരും ട്രാവൽ ആൻഡ് ടോസ്റ്റ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ യൂബറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് ക്യാബ്സ് ഉണ്ട്, WTI ക്യാബ്സ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂബർ അങ്ങ് ദൂരെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് അവർക്ക് സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നടന്ന് യൂബറിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമുക്ക് ജയ്പൂരിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.